മോളെ 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 കുഞ്ഞിനെന്തോ പറ്റി? എന്താ? കുഞ്ഞിന് വയ്യ വയ്യ ഒന്ന് നോക്കി വാ. അയ്യോ ലൂക്ക എന്തു പറ്റി? ലൂക്ക എന്താ? എന്ത് പറ്റിയെന്ന് അറിയില്ല കുഞ്ഞ്. പെട്ടെന്ന് ബോധം പോയി. ഞാനിപ്പോ വെള്ളം മുഖത്തൊക്കെ തളിച്ചാ എഴുന്നേപ്പിച്ചത്. എന്തു പറ്റി? ഞങ്ങള് കയറി വരുമ്പോ കുഞ്ഞ് സൈക്കിൾ എടുത്തോണ്ട് പുറത്തേക്ക് പോയി. എന്താ പറ്റിയ? ഒരു 10 മിനിറ്റ് ആയി കാണും. ഞാൻ ചെടി കളിച്ചോണ്ടിരിക്കുന്നു. ആകപ്പാട് വെപ്രാളപ്പെട്ട് തിരിച്ചു വന്നു. സൈക്കിൾ ഓടെ വെച്ചു ബോധം കെട്ടു വീണു. ഗ്രൗണ്ടിനടുത്തുള്ള മരത്തില് ഒരാള് അയാളിങ്ങനെ തൂങ്ങി നിൽക്ക. നാക്കൊക്കെ പുറത്തു വന്ന് ചുറ്റും കുറെ ആൾക്കാരും. കുഞ്ഞുറങ്ങിയ മോളെ. ഇതിപ്പോൾ പലതവണയായി. കുഞ്ഞിൻ്റെ അമ്മ മരിച്ചതിന് ശേഷം കുഞ്ഞിന് ഭയങ്കര പേടിയാണ്. അതുകൊണ്ടാണ് ശിവനാശൻ ഞങ്ങളിവിടെ കൊണ്ടുവന്നാക്കിയത്. ചേച്ചിയുടെ ശിവനാശൻ്റെ നമ്പർ ഉണ്ടാവോ? നമ്പർ വിളിച്ചാൽ കിട്ടുമോയെന്നറിയില്ല. നമ്പറുണ്ട് തരാം. നെക്രോഫോബിയ എന്നത് മരണത്തോടുള്ള അല്ലെങ്കിൽ മരണത്തെ സൂചിപ്പിക്കുന്ന വസ്തുക്കളോടുള്ള, അതായത് ഫ്യൂണറൽസ്, കല്ലറകൾ, കോഫിൻസ്, ശവശരീരങ്ങൾ, ഇവയൊക്കെ കാണുമ്പോഴുണ്ടാകുന്ന ഒരു അകാരണമായ ഭയം. സാധാരണ നമുക്കൊക്കെ തോന്നുന്ന പേടിയുണ്ടല്ലോ, അതിൻ്റെയൊക്കെ എക്സ്ട്രീം കണ്ടീഷനാണ് ഈ ഫോബിയ. ലൂക്കയ്ക്കുണ്ടായതുപോലെ ചിലപ്പോൾ അൺകോൺഷ്യസ് ആവാം, ശ്വാസം മുട്ടുന്നത് പോലെ തോന്നാം, പാനിക് അറ്റാക്സ് വരാം. ഇതിൽ നിന്നൊക്കെ മനസ്സിനെ പിന്തിരിപ്പിക്കലാണ്, അല്ലെങ്കിൽ മനസ്സിനെ അതിൽ നിന്ന് മാറ്റിയെടുക്കലാണ് ഏറ്റവും ബേസിക്കലായ ട്രീറ്റ്മെൻറ്റ്സിൽ ഒന്ന്. അവനെ അതിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരയും കുറിയൊക്കെ പഠിപ്പിച്ചത്. കലയിലുള്ള അവൻ്റെ ഒരു എക്സ്ട്രീം ഇൻട്രസ്റ്റ് സത്യത്തിൽ അവനുള്ള ട്രീറ്റ്മെൻറ്റ് കൂടിയാണ്. കലകളാണ് മനുഷ്യ മനസ്സിന് ഏറ്റവും നല്ല തെറാപ്പി. ദാറ്റ്സ് സയന്റിഫിക്കലി പ്രൂവൺ. ലൂക്കയുടെ കാര്യത്തിൽ നമ്മൾ അതാ ചെയ്തത്. ഒന്ന് റിക്കവറായി എന്ന് തോന്നിയപ്പോഴാ അമ്മയുടെ മരണം. അയാളിപ്പോൾ ആക്ച്വലി നെക്രോഫോബിക് മാത്രമല്ല, തനാറ്റോഫോബിയ എന്ന കണ്ടീഷൻ കൂടിയുണ്ട്. ഡെത്ത് ആങ്സൈറ്റി, മരണഭയം എന്നൊക്കെ പറയില്ലേ. അമ്മയുടെ മരണം കൂടി ആയപ്പോൾ അയാളുടെ അടുത്ത് എവിടെയോ മരണം ഒളിച്ചിരിപ്പുണ്ട് എന്നൊരു തോന്നൽ. ഈ കണ്ടീഷൻ ഇൻക്യൂറബിൾ ഒന്നുമല്ല, ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. നിന്റെ പേടികളെ ഞാനും പേടിച്ചു തുടങ്ങിയിരുന്നു ലൂക്ക. I wish you didn't have to go through this. ലൂക്ക, നീ ഇന്ന് ചെയ്തത് വളരെ മോശമായിപ്പോയി. ഞാൻ എൻ്റെ അമ്മയോട് പോലും ഷെയർ ചെയ്യാത്ത കാര്യങ്ങളാണ് നീ ഇന്ന് അവിടെ വിളിച്ചു കൂവിയത്. എനിക്ക് എന്നെ അങ്ങ് കൊല്ലായിരുന്നില്ലേ ലൂക്ക? എടോ, താൻ പോയി വണ്ടി എടുത്തിട്ടോ, ഞാൻ ഇവിടെ നിൽക്കാം. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ആ തിയേറ്ററിൻ്റെ അവിടെ ഇടാന്ന്. അവിടെ ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല. സിനിമ കാണാനും കാശ് കൊടുക്കണം, പാർക്കിങ്ങിനും കാശ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി നടക്കുന്നില്ല. ഇവിടെ ഫ്രീ പാർക്കിംഗ് ഉള്ളത് വെറുതെ അവിടെ കൊണ്ട് കാശ് കൊടുക്കുന്നത്. 5 രൂപയായിരുന്നു പാർക്കിംഗ് ഫീ. 10 സിനിമയുടെ രൂപ 50 പോയില്ലേ? നമ്മളിന്ന് ഒരു സിനിമയിലേ കണ്ടുള്ളൂ. ഇനിയും കാണുമല്ലോ. എടോ, എനിക്ക് നടക്കാൻ പറ്റില്ല, എനിക്ക് വിശക്കുന്നു. അതാണോ പ്രശ്നം? എന്താ വിശപ്പല്ലേ പ്രശ്നം? ഫ്രീ ഫുഡ്. ഇതെന്ത് സ്ഥലം ഇത്? പറഞ്ഞിട്ട് പോടും. എന്താണ് ഇതുപോലെ കല്യാണ പാർട്ടിയാ? എന്ത് പാർട്ടിയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, പക്ഷെ ഇവിടെ എപ്പോ വന്നാലും എന്തെങ്കിലും ഒരു പാർട്ടി ഉണ്ടാവും. ഫ്രീ ഫുഡും കിട്ടും, കള്ളം കിട്ടും. കഴിക്കുക, ചിരിച്ച് കളിക്കുക, പോവുക. എന്നാലും അതൊരു ബോറടപാടല്ലേ? ആയിരുന്നു. ഞാൻ ഫുഡ് എടുത്തിട്ട് 2 പേർക്കുള്ള ഫുഡ്. കഴിച്ചു കഴിച്ചു. ഇവർക്ക് ഫ്രൈ ഒന്നും ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ നമ്മൾ ഇവിടെ ഒന്നും കിട്ടുമൊന്നുമില്ല. ഇവിടെ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്യാം. കൊള്ളാം. ഓക്കെ, തരക്കേടില്ലാത്ത ഭക്ഷണമാണ്. എടോ, അങ്കിൾ അവിടെ നിൽക്കുന്നു. എന്ത് ചെയ്യും? അതിൻ്റെ
എടോ ഇങ്ങോട്ടേക്ക് വരുന്നു. നേഹ, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം ഒറ്റയ്ക്ക്. ഇല്ല സാറില്ല, ഞാൻ പോയിട്ട് വരാം. എടി നീ എന്താ കാണിക്കണേ? ആ ചേട്ടാടെ കൂടെയാണ് താമസം. അങ്കിളുടെ വീടിനെക്കാളും സേഫാണ് ഞാൻ അവിടെ. ഒരു ബഗ് ഞാൻ നിന്റെ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല. എന്തേ പറഞ്ഞൂടായിരുന്നോ? ഞാനും കൂടെ ചില കാര്യങ്ങൾ പറയാൻ. നീ ഒന്നും പറയില്ല. അതങ്കിളിന് തോന്നുന്നതാ. എനിക്കിപ്പോൾ നിങ്ങളെ പേടിയൊന്നുമില്ല, പുച്ഛമാണ്. നീ അവനോടെല്ലാം പറഞ്ഞ പറഞ്ഞെങ്കിൽ ആണ് ഞങ്ങളെ തൊട്ടു പോരുത്. നീ ആരാ? ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബകാര്യം താനെ കൊണ്ട് പറയിപ്പിക്കരുത്. മാമനൊരു കാര്യം മനസ്സിലാക്കിയിട്ട്, ഇവള് തന്റെ പഴയ പെങ്കോച്ചല്ല, തൊടാനും തലോടാനും. അറിയട്ടെ, എല്ലാരും അറിയട്ടെ, ഞങ്ങളെ തനിക്കോളും. ഇവള് മാത്രമുള്ളായിരുന്നു, വേറെ പിള്ളേരുണ്ടായിരുന്നു തനിക്ക് മാമൻ കളിക്കാൻ. വീട്ടിൽ കുട്ടികളുടെ ഇയാളുടെ മുഖം ശരിക്കും നോക്കി വെച്ചു. വീട്ടിൽ കയറ്റാനുള്ളതായിട്ടോ? ലൂക്ക, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എവ്രിബഡി ഈസ് നോട്ട് എ ബ്ലഡി ഓപ്പൺ ബുക്ക് ലൈക്ക് യു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്തൊരു കാര്യം നീ അത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് വിളിച്ചു പോകിയത്. എനിക്കറിയാം എനിക്കത് എത്ര ഡിസ്റ്റർബിംഗ് ആണെന്ന്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിനക്ക് ചിലപ്പോൾ അയാളോട് ഡിപ്ലോമാറ്റിക്കായിട്ട് പെരുമാറാൻ പറ്റുന്നുണ്ടാവും, സാധാരണ പോലെ സംസാരിക്കാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട് ഞാനും അയാളോട് അങ്ങനെ തന്നെ പെരുമാറണമെന്ന് നീ വാശി പിടിക്കാൻ പാടില്ല. നീ എന്നെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അയക്കെട്ട് രണ്ടെണ്ണം പൊട്ടിച്ചേനെ. ഞാൻ അവിടെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് അവിടെയുള്ള ആൾക്കാർ നിന്നെ പറ്റി എന്ത് ചിന്തിച്ചാലും അതെനിക്കൊരു പ്രശ്നമല്ല. നമ്മളവിടെ ചെന്ന സമയം മുതൽ അയാൾ നിന്നെ നോക്കിക്കൊണ്ടിരുന്ന രീതി നീ കണ്ടോ? ഞാൻ കണ്ടു, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അയാളെന്നല്ല, ലോകത്ത് മറ്റൊരാളും നിന്നെ അങ്ങനെ നോക്കുന്നത് കാണാൻ എനിക്കിഷ്ടമല്ല. എനിക്കറിയാം നീ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാവില്ല. നിന്റെ റിസർച്ചും തേങ്ങ കഴിഞ്ഞാൽ നീ ഇവിടെ പെട്ടിങ് കിടക്കൊക്കെ എടുത്ത് പോവും. പക്ഷെ ഇപ്പോ നീ എനിക്ക് എൻ്റെ ആരൊക്കെയോ ആണ്.